ഇന്ദ്രൻ ആണ് എൻ്റെ അടുത്ത് പറഞ്ഞത്, പുഷ്പയ്ക്ക് സംഗീതം മെയിനായിട്ടെടുത്ത് കോളേജിൽ ചേർന്നൂടെ. അപ്പോൾ ചേട്ടൻ എനിക്ക് നേരത്തെ കൂട്ടി പറഞ്ഞു തന്നു, വാഴയില ഇണങ്ങുമ്പോൾ നീ പേടിക്കരുത്, നിനക്ക് എന്തെങ്കിലും സംശയം തോന്നിക്കഴിഞ്ഞാൽ അവിടേക്ക് സൂക്ഷിച്ചു നോക്കുക, എന്നിട്ട് അതെന്താണ് എന്ന് മനസ്സിലാക്കുക. ഞാൻ ഉപയോഗിക്കുന്ന ഉക്കുലേലി ഉണ്ട്, അതെനിക്ക് എൻ്റെ കുഞ്ഞിനെ പോലെയാണ് സത്യം പറഞ്ഞാൽ. കാത്തു കാത്തൊരു മഴയത്ത് നനഞ്ഞു കുളിരണ മാടത്ത് കറുത്തരാവിൻ പടിയേറി വെളുവെളുത്തൊരു രാത്താരം. അദ്ദേഹം കയറി വന്ന് എനിക്ക് ഹസ്തദാനം തരുകയും എന്നെ ചേർത്ത് പിടിക്കുകയും ചെയ്തിട്ട് പറഞ്ഞു, ഞാൻ ഈ ഗാനം ഫേസ്ബുക്കിലും ട്വിറ്ററിലും എല്ലാം പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഷെയർ ചെയ്തിട്ടുണ്ട്. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും അവിസ്മരണീയമായിട്ടുള്ള, വിസ്മരിക്കാൻ കഴിയാത്ത ഒരു വലിയ വജ്രം പോലെ സൂക്ഷിക്കുന്നൊരു ഓർമ്മയാണ് അത്. സംഗീതത്തിലേക്കുള്ള ആ ഒരു തിരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ കുടുംബപരമായി എല്ലാവരും പാട്ടുപാടാൻ കഴിവുള്ള ആളുകളായിരുന്നു. ഞാൻ ആ വഴി തിരഞ്ഞെടുക്കാനുള്ളൊരു കാരണം എന്താണെന്ന് വെച്ചാൽ, എൻ്റെ 4ാം ക്ലാസ്സിൽ ഞാൻ പഠിക്കുന്ന സമയത്ത് ദ്രൗപദി നങ്ങ്യാർ എന്ന് പറഞ്ഞ ഒരു ടീച്ചർ, അവരെന്നെ പാട്ട് പഠിപ്പിച്ചു. ഞാൻ ലളിതഗാനത്തിലും അതുപോലെ മലയാള പദ്യത്തിലൊക്കെ നല്ല വിജയം കൈവരിച്ചിട്ടുണ്ടായിരുന്നു ഉപജില്ലാ മത്സരത്തിൽ. അപ്പോൾ ടീച്ചർ ഇങ്ങനെ പറഞ്ഞു, ടീച്ചറുടെ അടുത്ത് വന്നു കഴിഞ്ഞാൽ കർണാടക സംഗീതം പഠിപ്പിച്ചു തരാം. അങ്ങനെ ഞാൻ ടീച്ചറുടെ അടുത്ത് ഒരു 7ാം ക്ലാസ് തൊട്ട് പഠിച്ചെൻ്റെ +2 കഴിഞ്ഞപ്പോൾ, അതായത് അന്ന് പ്രീ ഡിഗ്രിയാണ്, പ്രീ ഡിഗ്രി കഴിഞ്ഞപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത്, അദ്ദേഹത്തിൻ്റെ പേര്, അദ്ദേഹം ഒരു നാടകക്കാരനാണ്, ഇന്ദ്രൻ മച്ചാട്. ഇന്ദ്രൻ ആണ് എൻ്റെ അടുത്ത് പറഞ്ഞത്, പുഷ്പയ്ക്ക് സംഗീതം മെയിനായിട്ടെടുത്ത് കോളേജിൽ ചേർന്നൂടെ. അപ്പോൾ അന്നൊന്നും എനിക്ക് അങ്ങനെ അറിയില്ല, സംഗീത കോളേജുണ്ട് അവിടെ, പിന്നെ ഇതുപോലെ വോക്കൽ മ്യൂസിക് പഠിക്കാം, അതുപോലെ ഇൻസ്ട്രുമെൻ്റൽ മ്യൂസിക് പഠിക്കാം എന്നുള്ളതൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. പിന്നെ ഒരു സുഹൃത്ത് വഴി അവിടുന്ന് അപ്ലിക്കേഷൻ ഫോം, പാലക്കാട് സംഗീത കോളേജിൽ നിന്ന്, ചെമ്പൈ സംഗീത കോളേജിലാണ് ഞാൻ പഠിച്ചത്. അപ്പോൾ അവിടുന്ന് അപ്ലിക്കേഷൻ ഫോം കിട്ടുകയും സുഹൃത്ത് വഴി കിട്ടുകയും അത് പൂരിപ്പിച്ചു കൊടുത്തു. ഇൻ്റർവ്യൂ പാസ്സായി ഞാൻ അവിടെ എത്തി. അവിടെ സംഗീതത്തിന് ചേർന്നപ്പോഴാണ് മനസ്സിലായത്, ഇതാണ് എൻ്റെ വഴി. ഈ ഒരു എന്താ പറയുക, ഇതാണ് നമ്മളൊരു കറക്റ്റ് ഗ്രിഡിൽ വീണ പോലെ ഉള്ളൊരു ഫീലായിരുന്നു. പിന്നെ മറ്റുള്ള ഒന്നും ചിന്തിക്കാറില്ല, പഠനം മാത്രമായിട്ട് അവിടെ ഒരു 7 വർഷം നല്ല പ്രശസ്തമായിട്ടുള്ള വിജയം കൈവരിച്ചുകൊണ്ടാണ് ഞാൻ അവിടെ നിന്ന് പടിയിറങ്ങിയത്. സത്യത്തിൽ ഞാൻ എൻ്റെ വീട്ടിലെ ഏറ്റവും താഴെ കുട്ടിയാണ്. അപ്പോൾ എൻ്റെ അച്ഛന് ഞാനൊരു ആൺകുട്ടിയാവുമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്, പക്ഷേ പിറന്നു വീണപ്പോൾ ഞാനൊരു പെൺകുട്ടിയായി. പക്ഷേ അച്ഛൻ എനിക്ക് വേണ്ടി ഒരു പേര് കരുതിയിട്ടുണ്ടായിരുന്നു, സന്തോഷം എന്നായിരുന്നു പേര്. ഞാൻ പെൺകുട്ടിയായിട്ടും അച്ഛൻ എന്നെ സന്തോഷേ എന്നാണ് വിളിച്ചിരുന്നത്. അപ്പോൾ അച്ഛൻ്റെ സന്തോഷമായിട്ടാണ് ഞാൻ വളർന്നത്. മേ ബി ഒരു ആൺകുട്ടി എന്നുള്ള ഒരു സങ്കല്പത്തിൽ ആയതുകൊണ്ടാണോ, എൻ്റെ 2 ചേച്ചിമാരും എന്നെ പോലെയല്ല, അവരും പെൺകുട്ടികളാണല്ലോ, പക്ഷേ അവർ രണ്ടുപേരും അങ്ങനെയല്ല. നേരെ മറിച്ച് ഞാനാണെങ്കിലോ ചേട്ടന്മാരുടെ കൂടെ കളിച്ച്, പിന്നെ അവർ കാണിക്കുന്ന എല്ലാതരം കായികമായിട്ടുള്ള കുസൃതി വികൃതി ഇതെല്ലാം അവരുടെ കൂടെ ഞാൻ ഒന്ന് പഠിക്കുകയും, പിന്നെ അവർ ചെയ്യുന്ന എക്സർസൈസുകൾ, അവർ ചെയ്യുന്ന കായിക അഭ്യാസങ്ങൾ, ഓട്ടം, പിന്നെ നേരം വെളിച്ചാൻ വേണ്ടിയിട്ട് ഓടുമ്പോഴൊക്കെ ഞാനും കൂടെ ഓടും. പിന്നെ അവർ ഈ അന്ന് ഞങ്ങളുടെ ഓടിട്ട വീടിനൊരു ഉത്തരം ഉണ്ടായിരുന്നു, ഉത്തരത്തിന് മുകളിലൊക്കെ ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ കൈ പിടിച്ച് ഇങ്ങനെ ഒരു എക്സർസൈസ് ഉണ്ടല്ലോ, അതൊക്കെ മസിൽ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ ഞാൻ അവരുടെ കൂടെ ചെയ്യുമായിരുന്നു. പുഷപ്പ്, എന്തൊക്കെയോ പലതരത്തിലുള്ള എന്താ പറയുക, കായികമായിട്ടുള്ള കളികളൊക്കെ അവരുടെ കൂടെ കളിക്കുമായിരുന്നു. അവരെന്നേക്കാളും 8 വയസ്സ് 10 വയസ്സൊക്കെ മൂപ്പുള്ള ആളുകളാണ്. അപ്പോൾ അവർക്ക് എന്നോട് ഭയങ്കര വാത്സല്യമായിരുന്നു. പിന്നെ എൻ്റെ ധൈര്യം വർദ്ധിപ്പിക്കാൻ വേണ്ടി എൻ്റെ 2ാമത്തെ ചേട്ടൻ ചെയ്യുന്ന പല പരിപാടികളുമുണ്ട്.
തെങ്ങിൻ്റെ മുകളിൽ കയറ്റിക്കുക, കിണറ്റിലിറക്കുക. പിന്നെ രാത്രി എന്താ പറയുക, ഇരുട്ടത്ത് പറമ്പിൻ്റെ അറ്റത്ത് പോയിട്ട് ചെമ്പരത്തിയുടെ ഇല, ചെമ്പരത്തിയുടെ പൂവ് ഇതൊക്കെ പൊട്ടിച്ചു കൊണ്ടുവരാൻ പറയുക. അപ്പം ഞാനൊരു ദിവസം ഇങ്ങനെ ചെമ്പരത്തിയുടെ ഇല പൊട്ടിക്കാൻ വേണ്ടിയിട്ട് പറമ്പിൻ്റെ അറ്റത്തേക്ക് പോവാം. അപ്പോൾ തൊട്ടപ്പുറത്തെ വീട്ടിൽ ഒരു വിശംബരേട്ടൻ കിണറ്റിൽ വീണ് മരിച്ചിട്ടുണ്ടായിരുന്നു. മൂപ്പരെ പ്രേതമൊക്കെ അവിടെ ഉണ്ടാവും എന്നൊക്കെ പൊതുവേ പറഞ്ഞ് പേടിപ്പിക്കുന്നൊരു ഒരു കാലമായിരുന്നു കുട്ടിക്കാലം. പ്രേതങ്ങളെ പറ്റി പറഞ്ഞിട്ടുള്ള പല പല കഥകൾ. അപ്പോൾ ഇതൊക്കെ ഓർത്ത് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ പേടിക്കുമല്ലോ. അപ്പോൾ പറമ്പിൻ്റെ അറ്റത്ത് ചെല്ലുമ്പോൾ ഈ വാഴയുടെ ഇലകളൊക്കെ ഇങ്ങനെ ഇളകും. അപ്പോൾ പേടിക്കും നമ്മൾ. അപ്പോൾ ചേട്ടൻ എനിക്ക് നേരത്തെ കൂട്ടി പറഞ്ഞു തന്നു, വാഴ ഇല ഇളങ്ങുമ്പോൾ നീ പേടിക്കരുത്, നിനക്ക് എന്തെങ്കിലും സംശയം തോന്നിക്കഴിഞ്ഞാൽ അവിടേക്ക് സൂക്ഷിച്ചു നോക്കുക, എന്നിട്ട് അതെന്താണ് എന്ന് മനസ്സിലാക്കുക, എന്നിട്ട് നീ പോയിട്ട് നിൻ്റെ ലക്ഷ്യം എന്താണ്, ചെമ്പരത്തിയുടെ ഇല പൊട്ടിക്കുക എന്നുള്ളതല്ലേ, ചെമ്പരത്തിയുടെ ഇല പൊട്ടിക്കുക പോരുക എന്ന് പറയും. അപ്പം അങ്ങനെയൊക്കെയാണ് എൻ്റെ ചേട്ടൻ എൻ്റെ ഒരു ധൈര്യം വളർത്താൻ വേണ്ടിയിട്ടൊക്കെ ഓരോന്ന് ചെയ്തിരുന്നത്. സത്യത്തിൽ എനിക്ക് ഗംഭീരമായിട്ട് വായിക്കാൻ പറ്റുന്ന ഒരു ഉപകരണവും ഇല്ല എന്നുള്ളതാണ് വാസ്തവം. ഞാൻ ഉപയോഗിക്കുന്ന ഉക്കുലേലി ഉണ്ട്, അതെനിക്ക് എൻ്റെ കുഞ്ഞിനെ പോലെയാണ് സത്യം പറഞ്ഞാൽ. എനിക്ക് എൻ്റെ ശ്രുതിയും താളവും ഒക്കെ അതിങ്ങനെ നെഞ്ചിലിങ്ങനെ വെച്ചിട്ടിങ്ങനെ അതിങ്ങനെ ചേർത്ത് പിടിച്ച് ഇങ്ങനെ വായിച്ച് പാടുമ്പോൾ താളം ഇടുകയും ചെയ്യാം, അതിൻ്റെ ഒപ്പം തന്നെ എനിക്ക് ശ്രുതിയും ഉണ്ടാവും. അപ്പോൾ ആ ശ്രുതിക്കും താളത്തിനും വേണ്ടിയിട്ടാണ് ഉക്കുലേലി ഞാൻ ഉപയോഗിക്കുന്നത്. അത് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ ഉപകരണം എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് ഉക്കുലേലിയാണ്. പിന്നെ ഈ കീബോർഡ് വായിക്കുക എന്ന് പറഞ്ഞാൽ ഞാനൊരു പ്ലെയറൊന്നുമല്ല. എനിക്ക് നോട്ട്സ് മനസ്സിലാവാൻ വേണ്ടിയിട്ട് പിന്നെ ഓരോ രാഗങ്ങൾ, ഇപ്പോൾ 12 നോട്ട്സാണ് അതിൽ ഉള്ളത്, പല പിച്ചിലുള്ളത്. അപ്പോൾ ഏത് രാഗങ്ങളാണ് എന്നുള്ളത് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനും ആ നോട്ട്സ് ഏതാണെന്ന് മനസ്സിലാക്കാനും വേണ്ടിയിട്ട് ഞാൻ കീബോർഡ് ഉപയോഗിക്കാറുണ്ട്, എന്നല്ലാതെ അത് പ്ലേ ചെയ്യാറില്ല. ആദ്യത്തെ കൺസേർട്ട് കർണാടക സംഗീതത്തിൻ്റെയാണ്. അത് ഓൾ ഇന്ത്യ റേഡിയോയിൽ 1999 നവംബറിൽ ആയിരുന്നു. ഏതാ ദിവസമൊന്നും എനിക്ക് ഓർമ്മയില്ല. എനിക്ക് ഓൾ ഇന്ത്യ റേഡിയോയിൽ ഗ്രേഡ് കിട്ടി. ഞാൻ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലമാണ്. അങ്ങനെ ആദ്യത്തെ കർണാടക സംഗീത കച്ചേരി ആയിട്ട് ചെയ്തിട്ടുള്ളത് ഓൾ ഇന്ത്യ റേഡിയോയിലാണ്. സിനിമാ ഗാനത്തിലേക്ക് പിന്നെ എൻ്റെ ഒരു സുഹൃത്ത് ആണ് ചേതന റെക്കോർഡിംഗ് സ്റ്റുഡിയോ ആയിട്ട് ബന്ധപ്പെടുത്തിയത്, ഫിലിപ്പ് എന്ന് പറഞ്ഞൊരു സുഹൃത്ത്. അപ്പം അവിടെ എനിക്ക് 2 സുഹൃത്തുക്കളെ കിട്ടി, ഒന്ന് ഗണേഷ്, ഒന്ന് സജി. അപ്പോൾ സിനിമയുടെ റെക്കോർഡിങ് വരുമ്പോൾ അവരെന്നെ വിളിക്കും ട്രാക്ക് പാടാനൊക്കെ. അപ്പോൾ ട്രാക്ക് പാടി, കോറസ് പാടി, ഇങ്ങനെയൊക്കെയാണ് ഗ്രാജ്വലി ആണ് ഞാൻ എന്താ പറയുക കാത്തിരുന്ന്. അതിൻ്റെ ഫസ്റ്റ് പാട്ട് സിനിമാ ഗാനം എൻ്റെ അങ്ങനെയാണ്, കാത്തൊരു മഴയത്ത് എന്ന് പറഞ്ഞ ഗാനത്തോടു കൂടിയിട്ടാണ് എൻ്റെ ആദ്യത്തെ ഒരു എൻട്രി. കാത്തൊരു മഴയത്ത് നനഞ്ഞു കുളിരണ മാടത്ത് കറുത്തരാവിൻ പടിയേറി വെളുവെളുത്തൊരു രാത്താരം ഓലവട്ട കിളിക്കൂട്ടിൽ വിരുന്നു വന്നത് കുയിലമ്മ ആലവട്ട ചിറകോടെ പറന്നു വന്നതു മയിലമ്മ ആറ്റുനോറ്റൊരു നിധിയാകെ കൈ വന്ന പോലെ കാത്തൊരു മഴയത്ത് നനഞ്ഞു കുളിരണ മാടത്ത് കറുത്തരാവിൻ പടിയേറി വെളുവെളുത്തൊരു രാത്താരം. ഏറ്റവും ഇഷ്ടം, എനിക്ക് എല്ലാ രാഗങ്ങളും ഇഷ്ടമാണ്. എങ്കിലും പലപ്പോഴും ഞാൻ സംഗീതം ചെയ്യുമ്പോഴേ ഈ അടുത്ത് നാരായണ ഗുരുവിൻ്റെയൊക്കെ കൃതികൾ കമ്പോസ് ചെയ്യാൻ തുടങ്ങിയ സമയത്ത് കൂടുതലും ഹിന്ദോളത്തിലാണ് വന്നിട്ടുള്ളത്. പണ്ടൊക്കെ എന്നോട് ഏതാ ഇഷ്ടമുള്ള രാഗം ചോദിച്ചാൽ ഞാൻ കല്യാണി എന്ന് പറയുമായിരുന്നു. പക്ഷേ നമ്മളിങ്ങനെ കേട്ടിട്ട് എല്ലാ രാഗങ്ങൾക്കും നല്ല സൗന്ദര്യമുണ്ട്. ഓരോന്നും ഓരോ തരത്തിലാണ് ശരിക്കും പറഞ്ഞാൽ. ഓരോന്നിനും അതിൻ്റേതായിട്ടുള്ള സൗന്ദര്യമുണ്ട്.
പക്ഷേ ഈയിടെയായിട്ട് എനിക്ക് ഞാൻ നാരായണ ഗുരുവിൻ്റെ ഹിന്ദോളം നാരായണ ഗുരുവിൻ്റെ കൃതികൾ കമ്പോസ് ചെയ്തപ്പോൾ ഓട്ടോമാറ്റിക്കലി എന്താണെന്നറിയില്ല ഹിന്ദോളത്തിലാണ് വരുന്നത്. അതിൻ്റെ കാരണം ഹിന്ദോളം വളരെ എന്താ പറയുക സോഫ്റ്റ് രാഗമാണ്, എന്നാൽ വളരെ ബുദ്ധിമുട്ടും ഉണ്ട് യഥാർത്ഥത്തിൽ. അതിലെല്ലാം വരുന്ന സ്വരങ്ങൾ വളരെ എന്താ പറയുക കോമള സ്വരങ്ങളാണ്. ശുദ്ധ ഋഷഭം, മറ്റേ സാധാരണ ഗാന്ധാരം, ശുദ്ധമധ്യമം, ശുദ്ധദൈവതം, കൈശിക നിഷാദം എല്ലാം വളരെ കോമള സ്വരങ്ങളാണ്. അതുകൊണ്ട് അത് ഉണ്ടാക്കുന്നൊരു വളരെ പീസ്ഫുൾ ആയിട്ടുള്ളൊരു എന്താ പറയുക നമ്മുടെ പീസ് ഓഫ് മൈൻഡ് എന്നൊക്കെ പറയില്ലേ, വളരെ ഒരു ശാന്തമായിട്ടുള്ളൊരു അവസ്ഥ ഉണ്ട്, മാനസികാവസ്ഥ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു രാഗമാണത് ഹിന്ദോളം. യഥാർത്ഥത്തിൽ ഞാൻ കമ്പോസ് ചെയ്യാൻ തുടങ്ങുന്നത് തന്നെ നമ്മൾ കർണാടക സംഗീതമൊക്കെ പ്രാക്ടീസ് ചെയ്യുമ്പോഴേ ആദ്യം ഇപ്പോൾ നമ്മൾ ചില ശ്ലോകങ്ങളൊക്കെ എടുത്തിട്ട് ഏത് രാഗത്തിലാണോ വരുന്നത് ആ രാഗത്തിൽ അങ്ങ് പാടും. അങ്ങനൊരു ശീലം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒരു ശ്ലോകം എടുക്കുകയാണ്, ശ്ലോകം എടുത്തു കഴിഞ്ഞപ്പം നമുക്കിപ്പോൾ കല്യാണിയിലാണ് തോന്നണത് വെച്ചെങ്കിൽ ആ കല്യാണി രാഗത്തിൽ പാടും, അല്ല ഹിന്ദോളത്തിലാണെങ്കിൽ ഹിന്ദോളം വരും, അല്ലെങ്കിൽ വേറെ ഏത് രാഗമാണെങ്കിൽ അതിൽ, ഇങ്ങനെയൊക്കെ. ആദ്യമായിട്ട് ഞാൻ കമ്പോസ് ചെയ്യണത് കബീറിൻ്റെ ഒരു ദോഹയാണ്. അതായത് ഒരു ആൽബമായിട്ട് ആദ്യം കമ്പോസ് ചെയ്തിട്ടുള്ള ഒരു 10 ഗാനങ്ങളിൽ അതിൽ തന്നെ ആദ്യം കമ്പോസ് ചെയ്ത ഗാനം എന്ന് പറയുന്നത് അപരിചിതനല്ലോ ജഗദീശ്വരൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഗാനമാണ്. അപരിചിതനല്ലോ ജഗദീശ്വരൻ, ഈ ജഗത്തിനീശ്വരൻ നിങ്ങൾക്കപരിചിതൻ, അലറി വിളിക്കുവതെന്തിന് നിങ്ങൾ, അലറി വിളിക്കുവതെന്തിന്, ബധിരനോ പ്രഭു പ്രപഞ്ചനാഥൻ, അപരിചിതനല്ലോ ജഗദീശ്വരൻ, കാതോർക്കുമെൻ പ്രഭു, കാതോർക്കുമെൻ പ്രഭു, പ്രഭു കാതോർക്കുമെൻ പ്രഭു, വെറുമൊരു പുഴുവിൻ്റെ ചെറിയൊരു പദചലനത്തിന് പോലും കാതോർക്കുമെൻ പ്രഭു, വെറുമൊരു പുഴുവിൻ്റെ ചെറിയൊരു പദചലനത്തിന് പോലും അപരിചിതനല്ലോ ജഗദീശ്വരൻ. നിസരി ഗസരി നിസാനി ധനി സാനി ധനി ദപ മപദനി ദപ മപദനി ധനി സാ, അപരിചിതനല്ലോ ജഗദീശ്വരൻ, ഈ ജഗത്തിനീശ്വരൻ നിങ്ങൾക്കപരിചിതൻ, അപരിചിതനല്ലോ ജഗദീശ്വരൻ. പണ്ട് മുതലേ എനിക്കൊരു രാഷ്ട്രീയമായിട്ടുള്ളൊരു കാഴ്ചപ്പാടുള്ള ഒരാളാണ്. ഞാനൊരു ലെഫ്റ്റിസ്റ്റാണ്. ആ ഒരു ഇടത് എന്താ പറയുക സാംസ്കാരിക ബോധത്തിൻ്റെ ഭാഗമായിട്ടൊക്കെ ഉണ്ടായി വന്നിട്ടുള്ളൊരു വർക്കാണത്. അന്നത്തെ ഒരു സമയം 2003-ലാണത് കമ്പോസ് ചെയ്യണത്. 2003 അവസാനത്തിലൊക്കെയാണ് അത് കമ്പോസ് ചെയ്യണത്. 2004 അത് ഇറങ്ങുകയും ചെയ്തു. ആ ഒരു സമയത്ത് ഉണ്ടായിട്ട് നമ്മുടെ നാട്ടിലുണ്ടായിട്ടുള്ള പല
എന്താ പറയുക ത്രെട്ടുകളുണ്ടല്ലോ, ജനങ്ങൾക്ക് എന്താ പറയുക അവരുടെ മതത്തിൻ്റെ പേരിൽ അനുഭവിക്കേണ്ടി വന്നിട്ടുള്ള ത്രെട്ട്. അപ്പോൾ ആ റിലീജിയസ് ആയിട്ടുള്ള ആ ഒരു വിഷയത്തെ പിന്നെ ഈശ്വരനാണല്ലോ ഇവരുടെയൊക്കെ മെയിനായിട്ടുള്ള ഒരു ഫോക്കസ്. ഈശ്വരൻ എവിടെയാണെന്നുള്ളൊരു അന്വേഷണമാണ് ആ പാട്ടുകൾക്കൊക്കെ ഉള്ളത്. ഈശ്വരൻ ശ്വാസങ്ങളുടെ ശ്വാസമാണ്. അല്ലെങ്കിൽ അതല്ലാതെ പള്ളിയിലെ കോബയിലെ കൈലാസത്തിലൊന്നുമല്ല. ഞാനും ഒരു സാധാരണ ഒരു വിശ്വാസിയാണ്. നമ്മൾ സാധാരണ മനുഷ്യരല്ലേ, വീണു പോകാതിരിക്കാനുള്ള ഒരു പിടിയാണ് വിശ്വാസം എന്ന് പറയുന്നത്. അതിനേക്കാൾ ഉപരിയായിട്ട് അത് മനുഷ്യൻ്റെ നിലനിൽപ്പിനെ ഇല്ലാതെയാക്കുന്ന രീതിയിലേക്ക് അത് മാറുമ്പോൾ അവിടേക്ക് കൊടുക്കേണ്ടതായിട്ടുള്ളൊരു മെസ്സേജ് കൊടുക്കണം എന്നുള്ളൊരു തോന്നലാണ് ഈ ഗാനത്തിൻ്റെയൊക്കെ ഒരു ബേസ്. യഥാർത്ഥത്തിൽ നമ്മൾ ഒരു പ്രൊഫഷണൽ സിംഗർ എന്നുള്ള നിലയ്ക്ക് നമ്മൾ ഓരോ പടവുകളും വെച്ച് വരുമ്പോൾ ഒരു മാസ് മീഡിയയുടെ ഭാഗമായിട്ട് വളരാനൊക്കെയാണല്ലോ നമ്മൾ ആഗ്രഹിക്കുക. കാരണം അതാണ് പണവും പ്രശസ്തിയും എല്ലാം കൊണ്ടുതരുന്നൊരു വഴി. പക്ഷേ എന്നെ സംബന്ധിച്ച് എനിക്ക് പല സന്ദർഭത്തിലും ഇത്തരം പൊളിറ്റിക്കലായിട്ടുള്ള അല്ലെങ്കിൽ സാമൂഹികമായിട്ടുള്ള വിഷയങ്ങളിൽ ഇടപെടേണ്ട സന്ദർഭങ്ങൾ വരുമ്പോൾ ഞാൻ വെറുതെ ഇരിക്കില്ല. അപ്പോൾ എനിക്ക് അറിയാതെ തന്നെ അത് ആ വിഷയത്തെ പർട്ടിക്കുലറായിട്ടുള്ള സന്ദർഭത്തെ അഡ്രസ്സ് ചെയ്യാൻ ഉള്ളൊരു ഉള്ളിന്ന് വരും. ഒരു ഉള്ളിന്നുള്ള എന്താ പറയുക ഒരു ഇൻറ്റൻഷൻ എന്ന് പറയില്ലേ, അത് വരും. അങ്ങനെയാണ് ഇങ്ങനെയൊക്കെയുള്ള ഓരോ പാട്ടുകൾ ഉണ്ടാവുന്നത്. ഇപ്പോൾ ആസാദി പോലുള്ള ഒരു ഗാനം ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ വളരെ ക്രിയേറ്റീവായിട്ടുള്ളൊരു പേഴ്സണാലിറ്റിയാണ്. അപ്പോൾ എന്താണ് കനയ്യകുമാർ വിളിച്ച മുദ്രാവാക്യം, അതിൽ ഭയങ്കര റിതം ഉണ്ടായിരുന്നു. എന്നാൽ സംഗീതത്തിന് നല്ല സാധ്യതയുണ്ട്. അപ്പോൾ അതിൽ താളത്തിൽ കൃത്യമായിരുന്നു ആ വരികളൊക്കെ തന്നെ. അപ്പോൾ ആസാദി 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 ഭൂക്ക് മാരി സെ ആസാദി സംഘവാद से आज़ादी सामंतवाद से आज़ादी पूंजीवाद से आज़ादी सामंतवाद से आज़ादी पूंजीवाद से आज़ादी ब्राह्मणवाद से आज़ादी मनुवाद से आज़ादी मनुवाद से आज़ादी भूखमारी से संघवाद से सामंतवाद से पूंजीवाद से ब्राह्मणवाद से मनुवाद से आज़ादी. ചുരി എന്നെ എന്താ പറയുക ചേർത്ത് പിടിച്ച് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും അവിസ്മരണീയമായിട്ടുള്ള വിസ്മരിക്കാൻ കഴിയാത്ത ഒരു വലിയ എന്താ പറയുക വജ്രം പോലെ സൂക്ഷിക്കുന്നൊരു ഓർമ്മയാണ് അത്. അദ്ദേഹം ഇപ്പോൾ ഇല്ല എന്നുള്ളത് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. സത്യത്തിൽ നമുക്ക് വല്ലാത്തൊരു വിഷമം. ഇത്രയും വലിയൊരു നേതാവ് ഈ കാലഘട്ടത്തിൽ നഷ്ടപ്പെട്ടു പോകാന്ന് പറയുമ്പോൾ ഒരു വലിയ വിഷമമുള്ളൊരു കാര്യമാണ്. നമുക്ക് ഏറ്റവും ആവശ്യമുള്ളൊരു സമയം കൂടിയാണത്. അപ്പോൾ അദ്ദേഹം സ്റ്റേജിലേക്ക് കയറി വരികയാണ്. EMS അനുസ്മൃതിയുടെ ദിവസം ഞാൻ അന്ന് സ്റ്റേജിലുണ്ടായിരുന്നു. ഈ പാട്ട് പാടിക്കൊണ്ട് സ്റ്റേജിൽ നിന്ന് പാടിക്കൊണ്ടിരിക്കുമ്പോഴാണ് സീതാറാം യെച്ചൂരി സ്റ്റേജിലേക്ക് കയറി വരുന്നത്. അദ്ദേഹം കയറി വന്ന് എനിക്ക് ഹസ്തദാനം തരുകയും എന്നെ ചേർത്ത് പിടിക്കുകയും ചെയ്തിട്ട് പറഞ്ഞു, ഞാൻ ഈ ഗാനം ഫേസ്ബുക്കിലും ട്വിറ്ററിലും എല്ലാം പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഷെയർ ചെയ്തിട്ടുണ്ട്, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു ഗാനമാണെന്നൊക്കെ പറഞ്ഞു. കൺഗ്രാജുലേഷനൊക്കെ പറഞ്ഞു വന്ന്. സിനിമാ ഗാനങ്ങൾ പാടാൻ പലരും ഉണ്ടാവും. പക്ഷേ ഇതുപോലുള്ള പാട്ടുകൾ പിന്നെ അങ്ങനെ ഞാൻ നേരത്തെ ഒരു ചടങ്ങിൽ ഞാൻ സംസാരിക്കുകയുണ്ടായി. അപ്പോൾ ഹരീഷ്
എന്ന എഴുത്തുകാരൻ ഗവൺമെൻറ് ഉദ്യോഗസ്ഥരെല്ലാം നന്നായി വായിക്കുന്നവരാന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു പാട്ടുകാരെല്ലാവരും നന്നായി വായിക്കുന്നവരായിരിക്കാൻ സാധ്യതയില്ല എന്ന് ഞാൻ പറഞ്ഞു. എന്നാൽ നന്നായി വായിക്കാൻ തുടങ്ങുമ്പോൾ നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന ഒരു സ്പാർക്കുണ്ട്. ആ സ്പാർക്കിൽ നിന്ന് പുതിയൊരു എന്താ പറയുക ഒരു അഗ്നി നമ്മുടെ ഉള്ളിൽ വായിക്കുന്നവരുടെ ഉള്ളിൽ ഒരു അഗ്നി ഉണ്ടാകും. അത് ക്രിയേറ്റീവായിട്ട് ഈ സംഗീതത്തിലേക്ക് കൊടുക്കുമ്പോൾ അത് കൊള്ളേണ്ടടുത്ത് കൊള്ളും എന്നുള്ളതാണ്. പൊയ്കയിലപ്പച്ചൻ്റെ വരിയും ഇതുപോലെയുള്ള നമ്മുടെ ഒരു വായനയിൽ നിന്നാണ് വന്നിട്ടുള്ളത്. പൊയ്കയിലപ്പച്ചൻ നാരായണഗുരുവിൻ്റെയൊക്കെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഒരു വലിയ മനുഷ്യനാണ്. അദ്ദേഹം അന്ന് നടത്തിയിട്ടുള്ള ഒരുപാട് സമരങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇതൊന്നും ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടില്ല എന്നുള്ളതാണ്. എന്തുകൊണ്ടാണെന്നുള്ളതാണ്. അതിലും ജാതി വർക്ക് ചെയ്യുന്നുണ്ട്. പുലയനൊരു പള്ളി പറയനൊരു പള്ളി മീൻ പിടുത്തക്കാരൻ മരയ്ക്കാനൊരു പള്ളി പള്ളിയോട് പള്ളി നിരന്നിങ്ങു വന്നിട്ടും വ്യത്യാസം മാറി ഞാൻ കാണുന്നില്ല. പുലയനൊരു പള്ളി പറയനൊരു പള്ളി മീൻ പിടുത്തക്കാരൻ മരയ്ക്കാനൊരു പള്ളി കാണുന്നില്ല കാണുന്നില്ല കാണുന്നീലൊരക്ഷരവും എൻ്റെ വംശത്തെ പറ്റി കാണുന്നുണ്ടനേക വംശത്തിൻ ചരിത്രങ്ങൾ പാരിലുള്ള ചരിത്രങ്ങൾ ഓരോന്നും പരിചിന്തനം ചെയ്തിടുക രണ്ടു വംശത്തെ കാണുന്നില്ല കാണുന്നില്ല കാണുന്നീലൊരക്ഷരവും എൻ്റെ വംശത്തെ പറ്റി കാണുന്നുണ്ടനേക വംശത്തിൻ ചരിത്രങ്ങൾ. കൂടുതലും ആളുകൾ അതിനെ ആക്സെപ്റ്റ് ചെയ്യുകയാണ് ചെയ്തത്. കാരണം അതെൻ്റെ ഒരു അനുഭവമാണ് കേട്ടോ. അവർ തന്നെ എന്നെ വിളിച്ച് ഇവിടെ തിരുവനന്തപുരത്ത് അവരുടെ ഒരു സമിതിയുണ്ട്, എന്താ പറയുക മന്ദിരം, ആരാധന മന്ദിരമുണ്ട് പൊയ്കയിലപ്പച്ചൻ്റെ. അവിടേക്ക് എന്നെ വിളിച്ചു. ഞാൻ അവിടെ വെച്ച് ഈ പാട്ട് പാടി. അപ്പോൾ അവർ പറയണത് അവരെന്നെ പാടാൻ വിളിക്കുന്നതിന് മുമ്പ് എന്നെക്കുറിച്ച് ഒരുപാട് സംസാരിച്ചു. അപ്പച്ചൻ്റെ ഗാനങ്ങളെ കേരളം മുഴുവൻ എത്തിച്ചൊരു ഗായികയാണ്. അപ്പച്ചൻ നിയോഗിച്ചതാണ് പുഷ്പവതി എന്നാണ് അവർ പറഞ്ഞത്. നമ്മൾ എന്തിന് നമ്മൾ അവരുടെ വഴിയെ നമ്മൾ തടസ്സപ്പെടുത്തണം? അപ്പച്ചൻ്റെ പാട്ടുകളെ എല്ലായിടത്തും എത്തിക്കുക എന്ന് പറയുന്നത് ഏറ്റവും വളരെ നല്ല കാര്യമല്ലേ എന്ന് പറഞ്ഞുകൊണ്ടാണ് അവരെന്നെ സ്റ്റേജിലേക്ക് വിളിക്കുകയും എന്നെ ആദരിക്കുകയും ഞാൻ എന്താണോ അദ്ദേഹത്തിനെക്കുറിച്ച് കമ്പോസ് ചെയ്തത് അതെല്ലാം അവിടെ പാടുകയും ചെയ്തു. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഈ കുറച്ച് പേരുണ്ടല്ലോ, അതെന്തുകൊണ്ടോ അവർ പൊളിറ്റിക്കലും കൂടെയാണ് എന്നുള്ളതാണ്. അവർക്ക് വേറെ പൊളിറ്റിക്സ് ഉണ്ടായിരുന്നു. അതിലൊരാൾ പിന്നെ അപ്പച്ചൻ്റെ പിന്നെ അദ്ദേഹം മുന്നോട്ട് വെച്ച എന്ത് ദർശനമാണോ മുന്നോട്ട് വെച്ചത് അതിന് ഘടകവിരുദ്ധമായിട്ടുള്ള വേറൊരു മറുചേരിയിലുള്ള ഒരാളാണ്. നമുക്ക് ഇപ്പോൾ നാരായണ ഗുരുവാണെങ്കിലും അപ്പച്ചനാണെങ്കിലും അവരെ ദൈവമായിട്ട് ആരാധിക്കുമ്പോഴേ ചില ആളുകൾ അദ്ദേഹത്തിൻ്റെ മൂല്യം, അദ്ദേഹത്തിൻ്റെ ദർശനങ്ങളുടെ മൂല്യം മനസ്സിലാക്കിക്കൊള്ളുന്നില്ല. അതൊരു അന്ധമായിട്ടുള്ള ഒരു ആരാധന, ദൈവാരാധന എന്താ പറയുക, അതിലേക്ക് ചുരുങ്ങും സത്യത്തിൽ. അദ്ദേഹം അപ്പച്ചൻ എന്ന് പറഞ്ഞാൽ ഒരു മഹാഗുരു വിഭാവനം ചെയ്യുന്നൊരു വലിയ ദർശനമുണ്ട്. അതിൻ്റെ പൊരുൾ മനസ്സിലാക്കണം എന്നുള്ളതാണ്. അത് മനസ്സിലാക്കാൻ നമ്മൾ ചിലപ്പോൾ സംഗീതത്തിൻ്റെ ഒരു വേറിട്ട വഴി സ്വീകരിച്ചു എന്ന് വരും. അത് നമ്മുടെ സംഗീതത്തിൻ്റെ ധർമ്മമാണ്. അല്ല, ഗുരുവിന് നമുക്ക് എപ്പോഴും ആവശ്യമാണ്. നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു സാമൂഹ്യ നിർമ്മിതിക്ക് എപ്പോഴും അദ്ദേഹത്തിൻ്റെ ദർശനങ്ങൾ വളരെ ആവശ്യമാണല്ലോ. പിന്നെ അത് മാത്രമല്ല, ഗുരുവിൻ്റെ ഒരു വഴി എന്ന് പറയുമ്പോഴേ വളരെ ശാന്തമാണ്. വളരെ ശാന്തമായി നിന്നുകൊണ്ട് ഒരു സമൂഹത്തെ ഇത്രയധികം സ്വാധീനിക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. അത്രയധികം ആഴമുള്ള ഒരു ആത്മീയ ഒരു എന്താ പറയുക ചിന്താധാരയിൽ കൂടി അദ്ദേഹം പോയിട്ടുണ്ട് എന്നുള്ളതാണ്. അത്രയ്ക്കും ആഴത്തിൽ ഒരു എന്താ പറയുക അദ്ദേഹത്തിനൊരു ദൈവികത്വം തന്നെ വന്നിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നില്ല. അദ്ദേഹം
സ്വയമേവ ഒരു ഒരു ദൈവമായിട്ടും മാറുന്ന ഒരു എന്താ പറയുക, അത്തരത്തിലുള്ളൊരു അനുഭവമാണ് അദ്ദേഹത്തിൻ്റെ കൃതികൾ വായിക്കുമ്പോഴേ. ഇപ്പോൾ ആത്മോപദേശജാതം പോലുള്ള കൃതികൾ വായിക്കുമ്പോൾ എനിക്ക് ഫീൽ ചെയ്യണത് ഇതിങ്ങനെ ഇത്രയും ആഴത്തിൽ എഴുതണമെങ്കിൽ അദ്ദേഹം എന്തൊരു വലിയൊരു മനുഷ്യനായിരിക്കും, അദ്ദേഹം എത്ര ആഴത്തിൽ കാര്യങ്ങൾ അറിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. ആത്മോപദേശ ശതകത്തിലെ ഒരു ശ്ലോകം ഇങ്ങനെയാണ്. പല പല ശ്ലോകം, അതിൽ 100 ശ്ലോകങ്ങളുണ്ടല്ലോ. അപ്പോൾ അതിലൊരു ശ്ലോകം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത്, അഴലെഴും മഞ്ചിതളാർന്ന് 2 തട്ടായി ചുഴലും അനാദി വിളക്കു തൂക്കി ആത്മാ നിഴലുരുവായെരിയുന്നു നെയ്യതോ മുൻപഴകിയ വാസന വർത്തിവൃത്തിയത്രേ. പരയുടെ പാല് നുകർന്ന ഭാഗ്യവാന്മാർക്ക് 1,000,000 ആണ്ട് ഒരൽപനേരം അറിവ് അപരപ്രകൃതിക്കധീനമായാൽ അരനുടി 1000 ആണ്ട് പോലെ തോന്നും. ഇങ്ങനെ കുറേ ഉണ്ട്. എനിക്ക് പിന്നെ വേറൊരു കാര്യം, നാരായണഗുരുവിൻ്റെ ഭദ്രകാളി അഷ്ടകം ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എൻ്റെ കോൺസേർട്ടുകളിലൊക്കെ ചിലപ്പോൾ ഫസ്റ്റ് പാട്ട് ചിലപ്പോൾ ഗുരുവിൻ്റെ ഭദ്രകാളി അഷ്ടകമായിരിക്കും. അത് ഭയങ്കര വളരെ ടഫായിട്ടുള്ളൊരു സംസ്കൃതം ശ്ലോകമാണ്. അല്ല, ശരിക്കും TM കൃഷ്ണ അതിനെ നന്നായിട്ട് ബ്രേക്ക് ചെയ്യുന്നുണ്ട്. അത് അദ്ദേഹം ചെയ്യുന്നൊരു വലിയ ഒരു മ്യൂസിക്കലി ചെയ്യുന്നൊരു വലിയൊരു ഇടപെടലാണ്. എനിക്ക് അതിൽ അദ്ദേഹത്തിനോട് ഭയങ്കര ബഹുമാനം തോന്നിയിട്ടുണ്ട്. അദ്ദേഹം നാരായണഗുരുവിൻ്റെ കൃതികളും നിറയെ എടുത്ത് ചെയ്യാറുണ്ടല്ലോ. എനിക്ക് അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹം ഒരു എലീറ്റ് ക്ലാസ്സിൽ നിന്ന് വന്നിട്ടുള്ള ഒരാളാണ്. അവിടെ നിന്നുകൊണ്ട് അതിൻ്റെ ഉള്ളിലുള്ള പ്രശ്നങ്ങളെ അഭിസംബോധന ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഇമ്പാക്റ്റ് എന്ന് പറഞ്ഞാൽ അത് വലിയൊരു ഇമ്പാക്റ്റാണ്. അത് അവരിൽ യഥാർത്ഥത്തിൽ വലിയ അസ്വസ്ഥതയൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. എന്നെ സംബന്ധിച്ച് ഞാൻ നാരായണഗുരുവിനെയൊക്കെ എടുത്ത് പാടുക എന്ന് പറയുമ്പോൾ അത് നമ്മുടെ ജീവിതമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്, നമ്മുടെ അനുഭവമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. നമ്മളുടെ മുന്നോട്ട് പോക്കിന് വേണ്ടി ഗുരുവിൻ്റെ ദർശനങ്ങൾ ആവശ്യമാണെന്ന് സ്വയം ബോധ്യപ്പെട്ട് എടുക്കുന്ന പാട്ടുകളാണ് അതൊക്കെ. കുണ്ടലിനി പാട്ട് നാരായണഗുരുവിൻ്റെ കൃതികളിൽ ആദ്യം ചെയ്ത കമ്പോസിഷനാണ്. അതെൻ്റെ ഒരു സുഹൃത്ത് എൻ്റെ അടുത്ത് ഇങ്ങനെ, ഞാൻ ഒരു കുറച്ച് വർഷത്തെ ഒരു ഗ്യാപ്പ് ഉണ്ടായി. അതായത് കബീറിന് ശേഷം കുറച്ച് ഗ്യാപ്പ് ഉണ്ടായിട്ടുണ്ട് എൻ്റെ കമ്പോസിങ് ഇതിലേക്ക്. അപ്പോൾ വിവാഹാനന്തരം തിരുവനന്തപുരത്ത് വന്നതിന് ശേഷം എൻ്റെ ഒരു സുഹൃത്ത് ഇങ്ങനെ പറയുന്നു, പുഷ്പയ്ക്ക് കുണ്ടലിനി പാട്ട് ചെയ്തുകൂടെയെന്ന്. എന്തോ യഥാർത്ഥത്തിൽ കബീറിൻ്റെ ഒരു തുടർച്ച പോലെയാണ് എനിക്ക് പിന്നെ നേരെ കുണ്ടലിനി പാട്ടിലേക്ക് വന്നപ്പോൾ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ആ ഒരു ഭൗതികമായ വഴിയല്ലല്ലോ, ഒരു ആത്മീയമായിട്ടുള്ള ഒരു വഴിയാണല്ലോ. അതുകൊണ്ട് തന്നെ എനിക്ക് കൂടുതൽ കംഫർട്ടബിൾ ആയിരുന്നു. കാരണം എൻ്റെ ഒരു താല്പര്യങ്ങളും അങ്ങനെയൊക്കെയാണ്. അതുകൊണ്ട് ഇപ്പോൾ ഈ കുണ്ടലിനി പാട്ട് ഞാൻ കമ്പോസ് ചെയ്ത് പന്തുവരാളി രാഗത്തിലായിരുന്നു. അതിനുശേഷമാണ് MH ശാസ്ത്രികളുടെ പുസ്തകത്തിൽ കുണ്ടലിനി പാട്ട്, അതായത് പാമ്പാട്ടി സിദ്ധരൊക്കെ തമിഴ്നാട്ടിൽ അവർ പാടുന്നത് പന്തുവരാളി രാഗത്തിലായിരുന്നു എന്നൊക്കെ ഉള്ള എന്താ പറയുക ഡിസ്ക്രിപ്ഷൻ വായിക്കാനിടയായി. അപ്പോഴാണ് ഞാൻ ആലോചിച്ച് ഞാനും പന്തുവരാളി രാഗത്തിലാണല്ലോ അത് കമ്പോസ് ചെയ്തത് എന്നുള്ളത് വളരെ കോയിൻസിഡൻസ് ആയിട്ട് ഫീൽ ചെയ്തു. ആടു പാമ്പേ പുനം തേടു പാമ്പേ അരുളാനന്ദ കൂത്തു കണ്ടാടു പാമ്പേ തിങ്കളും കൊന്നയും ചൂടുമീശൻ തിങ്കളും കൊന്നയും ചൂടുമീശൻ പദപങ്കജം ചേർന്ന് നിന്നാടു പാമ്പേ
ആടു പാമ്പേ പുനം തേടു പാമ്പേ അരുളാനന്ദ കൂത്തു കണ്ടാടു പാമ്പേ. ആടു പാമ്പേ പുനം തേടു പാമ്പേ അരുളാനന്ദ കൂത്തു കണ്ടാടു പാമ്പേ. ആടു പാമ്പേ പുനം തേടു പാമ്പേ അരുളാനന്ദ കൂത്തു കണ്ടാടു പാമ്പേ. ആടു പാമ്പേ പുനം തേടു പാമ്പേ. അത് സോൾട്ട് ആൻഡ് പെപ്പറിലെ പാട്ടാണ്. സോൾട്ട് ആൻഡ് പെപ്പറിലെ ആ ഒരു ഗാനം ഞാൻ വളരെ ആസ്വദിച്ചു. കാരണം അതിലിങ്ങനെ നിറയെ പല വിഭവങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു പാട്ടായതുകൊണ്ടായിരിക്കാം. പിന്നെ എഫേർട്ട് എടുത്ത് പാടിയിട്ടുള്ളത് ഈ സുലേഖ മനസ്സിലെ ആ പാട്ടും. ഏറ്റവും കൂടുതൽ എഫേർട്ട് എടുത്ത് പാടിയത് സുലേഖ മനസ്സിലെ പാട്ട്. അതിന് വലിയൊരു റിസൾട്ട് ഉണ്ടായി. പടയാളികളായിരമായിരമായി സമരോത്സുകരായി പടയോടിയ പാവന ഭൂമിക താണ്ടിയ സംഹിതയാ പല കൽപ്പനകൾ കവികൾ പണിതിട്ടൊരു സംഭവമാ പല പാമര മാനവ മാനസ സങ്കട സംഗതിയാ. അത് പിന്നെ ഖുറാൻ്റെ 3-1 സാരസംഗ്രഹമാണ്. ഷമീന ബീഗാണ് അതിൻ്റെ എന്താ പറയുക അതിൻ്റെ ലിറിക്സ് എഴുതിയിട്ടുള്ളത്. ഒരു മലയാളം ഖവാലി എന്നുള്ള കൺസെപ്റ്റിലാണ് ഞാനത് ചെയ്തത് കേട്ടോ. യാ റസൂലേ യാ റസൂലേ യാ റസൂലേ യാ റസൂലേ ദൈവമൊന്നാണെന്ന് ചൊല്ലു യാ റസൂലേ. ഈ ജഗത്തിൻ്റെയും ഈ ജനത്തിൻ്റെയും ഈ ജഡത്തിൻ്റെയും ഈ ജന്മത്തിൻ്റെയും ദൈവമൊന്നാണെന്ന് ചൊല്ലു യാ റസൂലേ. ദൈവമൊന്നാണെന്ന് ചൊല്ലു യാ റസൂലേ.